ക്യാൻസർ വിറ്റ് ജീവിക്കുന്നു. ഇത് ഇത്തിരി ഓവറല്ലേ? എൻ്റെ വക 2.5 കിലോ സിമ്പതി ഉണ്ട് കേട്ടോ. അതായത് ക്യാൻസർ വന്നിട്ടുള്ള ആൾക്കാരും ചിരിക്കാൻ പാടില്ല, വീഡിയോ എടുക്കാൻ പാടില്ല, അവരാരും ജീവിതം ആസ്വദിക്കാൻ പാടില്ല. കരഞ്ഞ് നരകിച്ച് കഷ്ടപ്പെട്ട് ഇങ്ങനെ കിടക്കണം. ചേച്ചിക്ക് കരയാൻ ഫോൺ വേണം, 5 ആൾക്കാർ കാണാൻ വേണം. എന്താ ആശ്വാസം നിങ്ങൾക്ക്? സുധിച്ചേട്ടൻ നിങ്ങളുടെ ആരെങ്കിലും ആണോ? ചാവുന്നതാ നല്ലത്. അവളുടെ ഷോർട്ട് ഫിലിമും അത് കണ്ട് ആസ്വദിപ്പിക്കാൻ കുറേ എന്താ പറയണ്ടേ ഇതിനൊക്കെ. കൊടുക്കുന്നുണ്ട്. ആ ഒരു ഇഞ്ചക്ഷന്റെ വില എന്ന് പറഞ്ഞാൽ 2 ലക്ഷത്തി സംതിങ് രൂപയാണ് ഒരു ഇഞ്ചക്ഷന്. ഹലോ, എക്സ്ക്യൂസ് മീ. ഞാനിപ്പോൾ ഒരു വീഡിയോ ഞാൻ കാണിച്ചുതരാം, ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കേ. എടാ വീഡിയോ. ഈ വീഡിയോ കണ്ടിട്ട് ശരിക്കും നിങ്ങൾക്ക് എന്താ തോന്നിയത്? അതായത് ഇവർക്ക് അറിയായിരിക്കുമല്ലോ, ഈ ആളെ അറിയായിരിക്കുമല്ലോ, രേണുസുതിയാണ്, ഇവർക്ക് ക്യാൻസറാണ്. അപ്പോൾ ഇവർ ഈ ക്യാൻസർ എന്നുള്ള രോഗം വെച്ചുകൊണ്ടും ഇതേ രീതിയിലുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. എന്താ നിങ്ങൾക്ക് ശരിക്കും തോന്നുന്നത്? എനിക്ക് തോന്നുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം. ഈ വീഡിയോൻ്റെ കമൻറ്റ് ബോക്സ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാൽ നമുക്ക് ഒരുപാട് കമൻറ്റുകൾ കാണാവേ. അതായത് ഈ സോങ് ഉള്ളത് നന്നായി, ഇല്ല ഇങ്ങനെ ഒന്നും ഇട്ട് വെറുപ്പിക്കല്ലേ, ക്യാൻസർ വിറ്റ് ജീവിക്കുന്നു, പിന്നെന്താ, കുറ്റം പറയുമല്ല, ഇത് ഇത്തിരി ഓവറല്ലേ, എൻ്റെ വക 2.5 കിലോ സിമ്പതി ഉണ്ട് കേട്ടോ. ഇങ്ങനെ വേറെ ഒരു നല്ലൊരു കമൻറ്റ് കേൾക്കണോ? സ്വന്തം മോൻ മരിച്ചാലും റീലെടുത്തിടും ഈ കൂട്ടർ എന്നുള്ളത്. പിന്നെ വേറെ ഒരെണ്ണം, ഒരു നേഴ്സ് ഇട്ടിട്ടുണ്ട് ഒരു ലോങ് ആയിട്ടുള്ളൊരു മെസ്സേജ്. രേണുസുതി അറിയാൻ എൻ്റെ അനിയൻ്റെ വൈഫിന് ക്യാൻസറാണ്, അതുമാത്രമല്ല ഞാനൊരു നേഴ്സാണ്, ക്യാൻസർ ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഓരോ തരം ക്യാൻസറിനും ഏത് തരമാണ് എന്ന് അറിയാം. പിന്നെ നീയും നിൻ്റെ ചേച്ചിയും പറയുന്നുണ്ട് 1 ലക്ഷമായി 2 ലക്ഷമായി ഇപ്പോൾ തുടക്കത്തിൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനുള്ള പൈസ രേണുവിൻ്റെ കയ്യിലില്ലേ? ഇത്ര ഉദ്ഘാടനം ഷോർട്ട് ഫിലിമൊക്കെ ചെയ്തും അപ്പോൾ പൈസ ഇല്ല എന്ന് പറഞ്ഞാൽ ആൾക്കാരെ പറ്റിക്കരുത്. 1000 രൂപ കയ്യിലെടുക്കാനില്ലാത്തവർ ആദ്യം ക്യാൻസർ കണ്ടുപിടിക്കുമ്പോൾ ഉള്ള അവരുടെ അവസ്ഥ അറിയാമോ? ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത ഒരുപാട് പേര് നമുക്ക് ചുറ്റുമുണ്ട്. എന്നിട്ടും ഈ 2 വർഷം കൊണ്ട് ഓടി നടന്ന് പൈസ ഉണ്ടാക്കിയിട്ടും ഇല്ല എന്ന് പറഞ്ഞും പേഷ്യൻറ്റിനെ കളിയാക്കുകയും രേണു ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ പേരിൽ ആരും ന്യായീകരിച്ച് വരണ്ട. ക്യാൻസർ പേഷ്യൻറ്റിനെ ഒരുപാട് പേരെ എനിക്ക് നോക്കാൻ സാധിച്ചിട്ടുണ്ട്. എൻ്റെ അനുഭവം വെച്ചിട്ടാണ് ഞാൻ ഈ കമൻറ്റ് ഇവിടെ ഇട്ടത് എന്നൊരു നേഴ്സ് പറയുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ആ നേഴ്സ് കണ്ടിട്ടുള്ള പേഷ്യൻസ് ആരും ഇങ്ങനെയല്ല, ഉള്ളവർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്, കഷ്ടപ്പാടാണ്. എനിക്ക് മനസ്സിലാവാത്തതുകൊണ്ട് ഞാൻ ചോദിക്കുവാണ്, ഒരു ക്യാൻസർ പേഷ്യൻറ്റിനെ ഇത്രയും പേരെ കണ്ട് സഹതാപപ്പെട്ട് സങ്കടപ്പെട്ട് അവരൊരുപാട് കാര്യങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ ക്യാൻസർ പേഷ്യൻസിനെ കാണുമ്പോൾ കുറച്ചെങ്കിലും സമാധാനമായിട്ട് ഇരിക്കുമല്ലേ വേണ്ടത്? കാരണം ഞാൻ ഇത്രയും നാളും കണ്ട ആൾക്കാരെല്ലാവരും ഭയങ്കര കഷ്ടപ്പെട്ട് വേദന അനുഭവിച്ച് കഷ്ടപ്പെടുകയൊക്കെ ചെയ്യുന്നത്. ഇവർ കുറച്ചെങ്കിലും എൻജോയ്മെൻറ്റ് അതിൽ കാണുന്നുണ്ടല്ലോ, എന്തെങ്കിലും. അതായത് ക്യാൻസറിൽ എൻജോയ്മെൻ്റ് അല്ല, ആ ക്യാൻസർ ഉണ്ടെന്ന് പറഞ്ഞിട്ടും കുറച്ചെങ്കിലും അവർ ആസ്വദിച്ച് സന്തോഷിച്ചൊക്കെ ജീവിക്കുന്നുണ്ടല്ലോ, ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം എന്നല്ലേ അവർ ചിന്തിക്കേണ്ടത്? അവരൊരു നേഴ്സാണ്. എന്നിട്ട് ഇട്ടിരിക്കുന്ന കമൻറ്റ് നോക്കിയേ. ഇതിന് തൊട്ട് മുന്നേ ഞാൻ പറഞ്ഞു സ്വന്തം മോൻ മരിച്ചാലും വീഡിയോ എടുത്തിടുന്ന കൂട്ടരാണ്. എങ്ങനെയാണോ ഇങ്ങനെയൊക്കെ ഇടാൻ പറ്റുന്നത്? എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ഇരിക്കുന്നത്. കാരണം അവർക്ക് ഓൾറെഡി ക്യാൻസർ ഉണ്ട്. ക്യാൻസറുടെ കാര്യത്തിൽ അവർ വളരെയധികം വിഷമത്തിലാണ്. ഇതൊന്നും പോരാതെ, ആ വിഷമമൊന്നും പോരാതെ, അവരെ ഹസ്ബൻഡാണെങ്കിൽ മരിച്ചും പോയി, ആ വിഷമമൊന്നും പോരാതെ ഇനി മകനെയും കൂടെ കൊല്ലുന്ന കാര്യമൊക്കെ, മകനും കൂടെ മരിക്കുന്ന കാര്യമൊക്കെ അവരെടുത്ത് പറഞ്ഞ് അവരെ വേദനിപ്പിക്കുക. എങ്ങനെയാ മനസ്സ് വരുന്നത്? എൻ്റെ വക 2.5 കിലോ സിമ്പതി എന്നൊക്കെ പറഞ്ഞ് കൂട്ടരുണ്ടോ? ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, അവർക്കാണ് ഈ ഒരു ക്യാൻസർ വന്നിരുന്നെങ്കിലോ അവർക്കൊരു വിഷമവും ഇല്ലേ? അവർക്കൊരു സങ്കടവും ദേഷ്യവും ഒന്നും തോന്നത്തില്ലേ? ഒരു സങ്കടവും ഇല്ലേ? ഇപ്പം ഇവർ ഇങ്ങനെ വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട്. ഇവരെ ചേച്ചി പറയുന്നുണ്ട്, ഒരു ചേച്ചി പറയുന്നൊരു വീഡിയോ കൂടി ഞാൻ കാണിച്ചു തരാവേ. പലരും വീഡിയോയുടെ അടിയിലും രേണു ചേച്ചിയുടെ വീഡിയോയുടെ അടിയിലും കമൻ്റ് ആയിട്ട് വരുന്നുണ്ട്. ഈ വയ്യാതെ ഇത്രയും സീരിയസ് ആയിട്ടിരിക്കുന്ന ആൾ വന്നിട്ട് പറയാണ് ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ, അപ്പോൾ ഇവൾക്ക് ഈ രോഗമൊന്നും ഇല്ലേ എന്നാണ് പലരും ചോദിക്കുന്നത്. അപ്പം ഈ വീഡിയോ എന്തിനു വേണ്ടിയാണ് ഇങ്ങനെ വീഡിയോ ഇടുന്നത്? വീഡിയോ ചെയ്യുന്ന ഈ ഒരു
അത് ഞാൻ പല പ്രാവശ്യം ഞങ്ങൾ പറഞ്ഞിട്ട് ഒരു ഇഞ്ചക്ഷൻ്റെ വില, കാരണം ഇത് ഈ നമ്മൾ കീമോ ചെയ്യുമ്പോൾ അതിനോടൊപ്പം തന്നെ ഈ ഒരു ആൻറ്റിബോഡി ഇഞ്ചക്ഷനും ഒക്കെ എടുക്കുന്നുണ്ട്. കാരണം അവർക്കുണ്ടായിരിക്കുന്ന ക്യാൻസർ എന്ന് പറഞ്ഞാൽ അതൊരു വേറൊരു ടൈപ്പാണ്, അത് കുറച്ച് സീരിയസ് ആയിട്ടുള്ളതാണ്. അപ്പോൾ അതിന് ഈ ഒരു ആൻറ്റിബോഡി ഇഞ്ചക്ഷൻ നമ്മൾ കൊടുക്കുന്നുണ്ട്. ആ ഒരു ഇഞ്ചക്ഷൻ്റെ വില എന്ന് പറഞ്ഞാൽ 2 ലക്ഷത്തി സംതിങ് രൂപയാണ് ഒരു ഇഞ്ചക്ഷന്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 6 കീമോയാണ്. ഈ 6 കീമോ എടുക്കുമ്പോൾ ഈ ഓരോ ഇഞ്ചക്ഷനും എടുക്കണം. ഈ 6 കീമോ കഴിഞ്ഞിട്ട് ഈ വീഡിയോ കേട്ടല്ലോ. ഇപ്പോൾ അവർ പറയുന്നതിൻ്റെ ഒരു പ്രാവശ്യം ഈ ചേച്ചി എന്തോ ബില്ല് കാര്യങ്ങളൊക്കെ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ അവർക്ക് ഫിനാൻഷ്യൽ ആവശ്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? അവരുടെ അക്കൗണ്ട് അവർ 2 വർഷം ഉദ്ഘാടനം ചെയ്തു, കുറേ ഷോർട്ട് ഫിലിമിൽ അഭിനയിച്ചു, അപ്പോൾ അവർക്ക് ഇത്രയും പൈസ കിട്ടിയിട്ടുണ്ടാവും, അവർക്ക് അപ്പോൾ അത് വെച്ച് ഈ രോഗം നോക്കിയാൽ പോരെ എന്നൊക്കെ എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? ഇപ്പോൾ അവരുടെ ലൈഫിൽ സത്യം പറഞ്ഞാൽ ക്യാൻസർ ബാധിച്ചിട്ട് അവരിങ്ങനെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ട്, അസുഖങ്ങളെ മറന്ന് അവർ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ശരിക്കും അവരെ സപ്പോർട്ട് ചെയ്യല്ലേ വേണ്ടത്? കാരണം നമ്മൾക്ക് ഇനി അങ്ങോട്ട് ജീവിക്കുമായിരിക്കും എന്ന് ഏകദേശം ഒരു ചെറുതായിട്ടെങ്കിലും നമുക്കൊരു വിശ്വാസമുണ്ട്. ഇവർക്ക് ആ ഒരു വിശ്വാസം പകുതിയേ ഉള്ളൂ. ചിലപ്പോൾ രക്ഷപ്പെടാം, ചിലപ്പോൾ രക്ഷപ്പെടില്ല എന്നൊക്കെ ഒരു പകുതിയേ ഉള്ളൂ. ഒരു കുഞ്ഞു കൊച്ചും കൂടി ഉണ്ട് അവർക്ക്. അപ്പോൾ അവർ ഹാപ്പി ആയിട്ട് ജീവിക്കുന്ന കാണുമ്പോൾ നമ്മളവരെ പ്രോത്സാഹിപ്പിക്കുകയല്ലേ വേണ്ടത്? ഇപ്പം പ്രോത്സാഹിപ്പിക്കാൻ താല്പര്യമില്ല, അവരെ പാസ്റ്റ് എല്ലാം കുറേ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടായിരുന്നല്ലോ, സബ്സ്ക്രിപ്ഷൻ അത് ഇത് അതൊക്കെ ഓർത്തിട്ട് താല്പര്യമില്ലാത്ത ആൾക്കാരാണെങ്കിൽ ഈ കമൻറ്റ് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത്, കമൻറ്റ് ബോക്സ് ക്ലിക്ക് ചെയ്ത് കുത്തിയിരുന്ന് ടൈപ്പ് ചെയ്ത് ഒന്ന് സെൻഡ് ആക്കാനായിട്ടൊരു 30 സെക്കൻഡെങ്കിലും എടുക്കൂലേ? അത്രയും പോലും സമയം വേണ്ടല്ലോ. ഒന്ന് ഇങ്ങനെ ഒന്ന് സ്ക്രോൾ ചെയ്ത് തട്ടി വിടുവാണെങ്കിൽ. എനിക്കറിയാൻ പാടില്ലാത്തതുകൊണ്ട് ചോദിക്കുന്നത്, എന്തിനാ വെറുതെ ഒട്ടും വയ്യാത്ത ആ ഒരു സ്ത്രീയെ വേദനിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ കുറേ കാര്യങ്ങൾ പറയുന്നത്? അതായത് ക്യാൻസർ വന്നിട്ടുള്ള ആൾക്കാരും ചിരിക്കാൻ പാടില്ല, വീഡിയോ എടുക്കാൻ പാടില്ല, അവരാരും ജീവിതം ആസ്വദിക്കാൻ പാടില്ല. ഉള്ള ജീവിതമാണെങ്കിലും ആസ്വദിക്കരുത്. എത്രയും പെട്ടെന്ന് അവർ എല്ലാവരെയും പോലെ കരഞ്ഞ് നരകിച്ച് ബുദ്ധിമുട്ടി കഷ്ടപ്പെട്ടൊക്കെ ഇങ്ങനെ കിടക്കണം അല്ലേ? അതല്ലേ ശരിക്കും വേണ്ടത്? ഇപ്പം ഞാൻ എൻ്റെ പേഴ്സണലി ഉള്ള കാര്യങ്ങൾ പറയാം. ഇപ്പോൾ അവർ സബ്സ്ക്രിപ്ഷൻ ചെയ്തു, അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു, കുറേ കാര്യങ്ങൾ പറയുന്നില്ലേ? അവർ എന്ത് ചെയ്താലും കുഴപ്പമില്ല, എന്നെ ബാധിക്കുന്ന കാര്യമല്ല. അത് അവരെന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അത് അവരെ മാത്രം ഇഷ്ടമാണ്. അവരുടെ ലൈഫാണ്, അവരെങ്ങനെ ജീവിക്കണം എന്ന് അവർ തീരുമാനിക്കും. അവരുടെ ലൈഫിൽ അവരെന്ത് ചെയ്തോട്ടെ, എന്ത് ചെയ്തില്ല എന്നിരുന്നോട്ടെ, എന്താണെങ്കിലും അവർക്കിപ്പോൾ, എന്നെ സംബന്ധിച്ച് അവർക്കിപ്പോൾ ഒരു അസുഖമുണ്ട്, അവർക്ക് ബുദ്ധിമുട്ടുണ്ട്. അവർ ചെയ്യുന്നത് എനിക്ക് ചിലപ്പോൾ കാണാൻ ഇഷ്ടമുണ്ടാവും, കാണാൻ ഇഷ്ടമില്ലെങ്കിലും ഞാനത് ഓണാക്കി വെക്കും, അവസാനം വരെ അത് കണ്ടിരിക്കും. അതിൽ നിന്നും അവർക്ക് എന്തെങ്കിലും ഉപകാരം എന്നെ കാരണം ഉണ്ടാവുകയാണെങ്കിൽ ഉണ്ടായിക്കോട്ടെ, സാരമില്ല, ഞാനത് ഓണാക്കി വെക്കും, അതിന് ലൈക്ക് ചെയ്യും, കൊള്ളാം ചേച്ചി അടിപൊളിയാണ്, ലൈഫ് എൻജോയ് ചെയ്യും, അടിപൊളിയായിട്ട് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകും ചേച്ചി, എന്താണെങ്കിലും ഉറപ്പായിട്ടും ചേച്ചി തിരിച്ചു വരും, ലൈഫിലേക്ക് തിരിച്ചു വരും. അത് കഴിഞ്ഞ് നല്ല നല്ല വീഡിയോസും നല്ല നല്ല ഷോർട്ട് ഫിലിംസും എടുക്കണം, പോസ്റ്റ് ചെയ്യണം എന്നൊക്കെ തന്നെ പറഞ്ഞ് ഞാൻ കമൻറ്റ് ചെയ്യാറുണ്ട്. ഞാൻ ആ വീഡിയോ ചിലപ്പം ചേച്ചി ഇടുന്ന വീഡിയോസ് കാണാൻ, ഇപ്പോൾ ഞാൻ ഫസ്റ്റ് കാണിച്ച വീഡിയോ കണ്ടിരിക്കാൻ എനിക്ക് ഭയങ്കര വിഷമം തോന്നി, എനിക്ക് ഒരു സങ്കടം തോന്നി. കാരണം അവരെ അവസ്ഥ ഓർത്തിട്ട് എനിക്കത് കണ്ടിരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിലും ഞാൻ അത് ഓണാക്കി വെച്ച് അത് തീരുന്നത് വരെ ഞാനത് ഓണാക്കി വെക്കാറുണ്ടെന്നേ. അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഉപകാരം ഉണ്ടാവണം, ഉണ്ടായിക്കോട്ടെ, അതിനെന്താ പ്രശ്നം? ഈ അസുഖം എന്ന് പറയുന്നത് അവരുടെ ശരീരത്തിനാണ്, അവരുടെ സ്വപ്നങ്ങളിലല്ല. അവരുടെ സ്വപ്നമാണ് ഇതിൽ നിന്നും റിക്കവർ ചെയ്യണം. അവരുടെ ഒരു മകനുണ്ട്, ആ മകനെ അവർക്ക് പൊന്നുപോലെ നോക്കണം, അതൊക്കെ അവരുടെ സ്വപ്നമാണ്. അത് നടത്താൻ നമ്മളെല്ലാവരും സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് റിക്കവറായി വന്നാലോ. വേറെ ചില കമൻസ് വായിക്കാവേ. കഷ്ടം തന്നെ, എന്താ കഷ്ടമായത്? എല്ലാം സുധിച്ചേട്ടന് വേണ്ടിയാണല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു ആശ്വാസം. എന്താ ആശ്വാസം നിങ്ങൾക്ക്? സുധിച്ചേട്ടൻ നിങ്ങളുടെ ആരെങ്കിലും ആണോ? ചേച്ചിക്ക് കരയാൻ ഫോൺ വേണം, 5 ആൾക്കാർ കാണാൻ വേണം. ഇത് നോർമൽ പീപ്പിൾ ക്യാൻസർ വരുമ്പോൾ ഇങ്ങനെ ഉത്സവമാക്കി വീഡിയോ എടുത്ത് റീൽസ് ഇടാറില്ല. ശരി, ഇടാറില്ല, ഇതുവരെ ആരും ഇട്ടിട്ടില്ല, ഇനി അങ്ങോട്ട് ഇട്ട് തുടങ്ങും. എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കാണാൻ ഇഷ്ടമുള്ളവർ കാണാൻ ഇഷ്ടമില്ലാത്തവർ സ്ക്രോൾ ചെയ്ത് കളയുക, അത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ട് അവർക്ക് എന്തെങ്കിലും ഗുണം കിട്ടുവാണെങ്കിലോ? ഗുണം കിട്ടുവാണെങ്കിൽ അവർ കിട്ടിക്കോട്ടെ, അതിനിപ്പോൾ എന്താ പ്രശ്നം? പണ്ടൊക്കെ വീട്ടിലിരുന്ന് കരയാറാണ് സങ്കടം ഒക്കെ വരുമ്പോൾ. ഇപ്പോൾ അത് റീലാക്കി ചിത്രീകരിക്കുന്നു, മറ്റുള്ളവരെ കാണിക്കാൻ കഷ്ടം. പണ്ടുള്ള കാര്യങ്ങൾ പലതും ഇപ്പോൾ മാറ്റങ്ങളുണ്ട്, അതറിയാവോ ചേട്ടാ? പണ്ടുള്ള പല കാര്യങ്ങളിലും ഇപ്പോൾ മാറ്റങ്ങളുണ്ട്. പണ്ടത്തെ പോലെ തന്നെ ചെയ്താൽ പോരെ? എന്തിനീ ഫോണൊക്കെ തോണ്ടി പിടിച്ചിരിക്കുന്നത്? കമൻ്റ് ഒന്നും ഇടുന്ന പരിപാടി പണ്ടൊന്നും ഇല്ല, ഇപ്പോഴാണ് കമൻ്റൊക്കെ. എന്തിനാ കമൻ്റൊക്കെ ഇടുന്നത്? ഇതിൽ വേറെ ചില ആൾക്കാർ എഴുതിയിട്ടുള്ളൊരു കമൻ്റാണേ, ഇങ്ങനെ കിടന്ന് കഷ്ടപ്പെട്ട് വീഡിയോ എടുക്കുന്നതിൽ പകരം നല്ല രീതിയിൽ പ്രാർത്ഥിക്കൂ, പ്രാർത്ഥിച്ച് എങ്ങനെയെങ്കിലും ഫോണെല്ലാം മാറ്റി വെക്കൂ, എന്നിട്ട് പ്രാർത്ഥിച്ച് എങ്ങനെയോ റിക്കവർ ചെയ്തെടുക്കാൻ നോക്കൂ. എനിക്കറിഞ്ഞൂടാ പ്രാർത്ഥിച്ച് റിക്കവർ ചെയ്തെടുക്കുന്ന സിസ്റ്റം എങ്ങനെയാണെന്ന് എനിക്കറിയില്ലാത്തൊരു കാര്യം അത്. ശരിക്കും പറഞ്ഞാൽ ഒരാളുടെ ജീവിതം എന്ന് പറയുന്നത് പുറത്ത് നിന്ന് കാണുന്നത് പോലെയല്ല, അകത്ത് നിന്ന് അവരനുഭവിക്കുന്ന വേദനകൾ മനസ്സിലാക്കിയാൽ, മീൻസ് വീഡിയോ കാണുന്നതും അവരുടെ വേദനകളും രണ്ടാണ്.
നമുക്ക് കാണുന്നത് വെറും വീഡിയോ മാത്രമാണ്, പക്ഷെ അവർ അനുഭവിക്കുന്നത് ഒരു ജീവിതമാണ്, ആ ജീവിതത്തിൽ കഷ്ടപ്പെടുന്നതാണ്. അതിൻ്റെ ഇടയിൽ പോയിട്ട് ഇതേപോലെ എരുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെ കുറേ ബാഡ് കമൻസ്, അതവർ കമൻറ്റ് ബോക്സ് ഓഫ് ആക്കിയിട്ടിട്ട് ചെയ്യാൻ അവർക്ക് അറിയാത്തതുകൊണ്ടല്ല. ചിലപ്പോൾ ആരെങ്കിലും എന്നെ പോലെയുള്ള ആരെങ്കിലും നല്ല കമൻസ് ഇട്ടാലോ അത് വായിച്ച് അവർ ചിലപ്പോൾ മോട്ടിവേറ്റഡ് ആയാലോ എന്ന് ചിന്തിച്ചിട്ടായിരിക്കും. അതിൻ്റെ ഇടയിൽ പോയിട്ട് ഓരോന്ന് ഇട്ടുകൊണ്ടിരിക്കുന്ന കമൻറ്റുകളാണ് കാണേണ്ടത്. ഇവിടെ വന്നിട്ടുള്ള വേറൊരു കമൻ്റ് ഒന്ന് വായിച്ചു നോക്കണേ. അത് വീഡിയോയിൽ പറയാൻ പറ്റത്തില്ല. ചാവുന്നതാ നല്ലത്, അവളുടെ ഷോർട്ട് ഫിലിമും അത് കണ്ട് ആസ്വദിപ്പിക്കാൻ കുറേ, എന്താ പറയണ്ടേ ഇതിനൊക്കെ. സ്വയം വന്നു കഴിഞ്ഞാൽ ഈ ഒരു വേദനയും ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാവുള്ളൂ. അവരെ പോയിട്ട് ഇങ്ങനെ വിളിക്കണമെങ്കിൽ നിങ്ങളൊക്കെ മനസ്സ് സമ്മതിക്കണം കേട്ടോ. ഇതിൽ ഒരുപാട് പേര് പറയുന്നുണ്ട് ഹാപ്പി ആയിരിക്കൂ. വീഡിയോസ് എടുത്ത് പോസ്റ്റ് ചെയ്യുമ്പോഴാണ് അവർ ഹാപ്പി ആയിട്ടിരിക്കുന്നത്. എന്തിനാ അതിനിങ്ങനെ ഈ രീതിയിൽ നെഗറ്റീവ് പറയുന്നത്? ഒരസുഖം വന്നാൽ ജീവിതം അവസാനിപ്പിക്കണം എന്നല്ല. ഒരസുഖം വന്നിട്ടുണ്ടെങ്കിൽ അത് റിക്കവർ ചെയ്ത് വരാനായിട്ട് ഒരുപാട് ചാൻസ് ഉണ്ട്. ഇപ്പോൾ രേണുസുധിയുടെ ഈ ഒരു അസുഖം എന്ന് പറയുന്നത് ചിലപ്പോൾ ഒരു പരിധി വരെ റിക്കവർ ചെയ്തെടുക്കാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ബുദ്ധിമുട്ട് കൂടാതെ ആൾ വന്നോട്ടെ, മോട്ടിവേറ്റഡ് ആയിരുന്നോട്ടെ. അസുഖം മാറി വരുന്നത് വരെ കരഞ്ഞ് നരകിച്ച് കഷ്ടപ്പെട്ട് ഇങ്ങനെ കിടക്കണമെന്ന് ആരാ പറഞ്ഞത്? നിങ്ങൾ കമൻറ്റ് മൊത്തം ഈ കുത്തിയിരുന്ന് ടൈപ്പ് ചെയ്ത് അയക്കാനായിട്ട് 30 സെക്കൻഡ് വേണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. പുള്ളിക്കാരി എടുത്ത് വായിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരിയുടെ മനസ്സിൽ നിന്ന് ഉണ്ടാവണ ഒരു മുറിവും കാര്യങ്ങളൊക്കെ കുറേ നേരത്തേക്ക് ഇരിക്കും. അതറിയോ? അത് ചിലപ്പം കർമ്മ പോലെ നിങ്ങൾക്ക് തന്നെ നിങ്ങളുടെ ലൈഫിൽ തന്നെ വന്ന് പെട്ടേക്കാം കേട്ടോ. കാരണം എന്ന് പറഞ്ഞാൽ നോർമലി ഒരാളല്ല, ഒരു വ്യക്തിയല്ല ഇത് ഓർത്ത് വിഷമിക്കുന്നത്. ഒരു ഭയങ്കരമായൊരു കൊടൂരമായ രോഗം കൊണ്ട് നടക്കുന്ന ഒരു ക്യാൻസർ പേഷ്യൻ്റ് ആണെന്നുള്ള ബോധമെങ്കിലും അറ്റ്ലീസ്റ്റ് വേണം. നാളെ നമ്മൾക്ക് എല്ലാവർക്കും ഏതവസ്ഥയിൽ എത്തിപ്പെടും എന്ന് നമുക്ക് ആർക്കും അറിയില്ല. ഈ പറഞ്ഞ അവസ്ഥ നമുക്കൊക്കെ വരുമോ എന്നും അറിയത്തില്ല. അങ്ങനെ ഒന്നും വരാതിരിക്കട്ടെ. പക്ഷെ ഒരു കാര്യം പറഞ്ഞുതരാം, ഒരാളെ ഇങ്ങനെ കഷ്ടപ്പെടുത്തി വിഷമിപ്പിച്ച് മുറിവേൽപ്പിക്കാതെ നല്ല വാക്കുകൾ പറയാൻ ശ്രമിക്കുക. നല്ല വാക്കുകൾ പറഞ്ഞാൽ നല്ല വാക്കുകൾ മരുന്നുമായിട്ടുള്ള ചരിത്രങ്ങളുണ്ട്. അതൊന്ന് മനസ്സിലാക്കിയാൽ കൊള്ളാവേ. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് ഒരു ആളുടെ കമൻറ്റിനെ കുറിച്ചല്ല, ഒത്തിരി പേരുടെ കമൻറ്റിനെ കുറിച്ചാണ്. അതായത് ഈ സമൂഹത്തിൽ ഒരു രോഗത്തിനെ തുടർന്ന് പോരാടിക്കൊണ്ടിരിക്കുന്ന ഒരാളുടെ മുഖത്ത് നോക്കി അനാവശ്യ വാക്കുകളും കഷ്ടപ്പെടുന്ന വാക്കുകളും ബുദ്ധിമുട്ടുകളും മുറിവുകളൊക്കെ ഏൽപ്പിക്കുന്ന സംസ്കാരത്തെക്കുറിച്ചാണ് പറയുന്നത്. ഈ ആൾക്കാർ മൊത്തം അവരുടെ സംസ്കാരം എന്താണെന്നുള്ളത് തെളിയിച്ചു കഴിഞ്ഞു. അതോടൊപ്പം തന്നെ ഒരുപാട് പേര് ഗെറ്റ് വെൽ സൂൺ, ഓക്കെ ആവും, ഇങ്ങനെ ടെൻഷൻ അടിക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അതെല്ലാം കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അങ്ങനെയുള്ള ആൾക്കാരുണ്ടല്ലോ എന്നോർക്കുമ്പോഴൊരു സമാധാനം. വേറെ ഒരു കമൻറ്റ് ഞാൻ വായിച്ചു തരാവേ. ഏകദേശം അവരുടെ പേര് തന്നെയാണ്. ഇതിന് വേറെ പണിയില്ലേ പെണ്ണുമ്പുള്ളെ, നിങ്ങളുടെ ജീവനെ ഇത്തിരിയെങ്കിലും വില കൽപ്പിക്കൂ. വേഷം കെട്ട് നിർത്തൂ. നിങ്ങളെക്കാൾ അവശ്യ നിലയിലുള്ള ആളുകളുണ്ട്, അവരെയൊക്കെ നിങ്ങൾ അപമാനിക്കുകയാണ്. എന്താ അപമാനിച്ചത്? ഇവരേത് രീതിയിൽ അപമാനിച്ചത്? ഇവരുടെ വിഷമം മറ്റുള്ളവരോട് പറയാൻ ചിലപ്പോൾ ആൾക്കാരുണ്ടാവില്ലായിരിക്കും. സപ്പോർട്ട് ചെയ്യുന്ന എന്നെ പോലത്തെ കുറേ പേരായിരിക്കും ഉണ്ടാവുക. അവരോട് പറയാനായിട്ട് അവർ ആഗ്രഹിച്ചു, അത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഏത് രീതിയിലാണ് ഇവർ അപമാനിച്ചത്? മറ്റുള്ള ഇതിനേക്കാൾ അവശനിലയിലിരിക്കുന്ന ആൾക്കാരെ എങ്ങനെ അപമാനിച്ചത്? അതെനിക്ക് മനസ്സിലായില്ല. രണ്ടാമത്തെ കാര്യം, നിങ്ങളെക്കാൾ അവശനില, അവരുടെ അവശനില എന്താണെന്നുള്ളത് നിങ്ങൾക്കറിയാവോ? നിങ്ങൾ എന്തറിഞ്ഞിട്ടാണ് നിങ്ങളെക്കാൾ അവശനിലയിലുള്ള ആൾക്കാർ എന്നൊക്കെ പറയുന്നത്? ചില കമൻറ്റുകൾ കാണുമ്പോൾ എനിക്കൊന്നും ക്ലിയർ ആയിട്ട് മനസ്സിലാവാത്തേ. വീഡിയോസ് എല്ലാം എടുക്കാതെ ഫോൺ മാറ്റി വെച്ചിട്ട് പ്രാർത്ഥിച്ച് എങ്ങനെയെങ്കിലും രോഗം ഭേദമാക്കൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാ ഹോസ്പിറ്റൽസിൻ്റെ ആവശ്യം? പ്രാർത്ഥിച്ച് രോഗം അങ്ങ് ഭേദമാക്കിയാൽ പോരെ, ഹോസ്പിറ്റൽസൊക്കെ അടച്ചു പൂട്ടാലോ, പ്രാർത്ഥിച്ചാൽ മാറൂലോ. ചിലർ കമൻറ്റ് പോലും ഇട്ടിട്ടില്ല, കുറേ ഇമോജികളായിട്ടിട്ടുള്ളതേ. ആ ഇമോജികൾ കാണാം. ആ ഇമോജികൾ കാണുന്നവർക്ക് തന്നെ എന്താ ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാവും, പൊട്ടന്മാരല്ലല്ലോ. സൂപ്പർ അഭിനയം. സിനിമ ഇറങ്ങിയെങ്കിൽ പോയി കാണുമോ? എന്തൊക്കെയാണോ? ചിലപ്പോൾ പോയി കാണും, കണ്ടിട്ട് വേണ്ട അതിൻ്റെ ആ സിനിമയുടെ ട്രയലൊക്കെ ഇറങ്ങിയിട്ടുണ്ട്, അതിൻ്റെ താഴെ വന്നിരുന്ന് ഇങ്ങനെയൊക്കെ എഴുതാൻ. വേറൊരു കമൻറ്റ്, ഇവൾ ഈ കാണിക്കുന്നത് ഒന്നും സത്യമല്ല കുഞ്ഞുങ്ങളെ. കാണുമ്പോൾ നമ്മൾ മലയാളികൾ അയ്യോടാ എന്ന് പറഞ്ഞു പോകുമല്ലോ. നമ്മുടെ വീക്ക്നെസ് മുതലെടുക്കുന്ന ഈ സ്ത്രീ ആള് ശരിയല്ല. റോൾ എന്ന് ഒന്ന് മാറ്റിപ്പിടിച്ചതാ. അത് ശരി, നിങ്ങളാണോ ഇവരെ നോക്കുന്ന ഡോക്ടർ? നിങ്ങൾക്ക് കറക്റ്റായിട്ടെല്ലാം അറിയാലോ. അല്ല, ഒരു കമൻറ്റ് വായിക്കാവേ. വീഡിയോയിൽ കാണുന്നത് നിൻ്റെ മോനല്ലല്ലോ, മോൻ ഋതപ്പനല്ലല്ലോ, നിൻ്റെ ചേച്ചിയുടെ മോനല്ലേ. കഷ്ടം രേണു, ഒരു പൊടിക്ക് ഒതുങ്ങ്. ഉള്ള സമയത്ത് ദൈവത്തെ വിളിക്ക്. ഒതുങ്ങി നിന്ന് ദൈവത്തെ വിളിച്ചു കഴിഞ്ഞാൽ മാറുമായിരിക്കുമല്ലോ അല്ലേ? കാണുമ്പോഴേ അറിയാം ബിസിനസ്സാണെന്ന്.
എങ്ങനെയാ ഇങ്ങനെയൊക്കെ പറയാൻ തോന്നണേ? എനിക്കതാ മനസ്സിലാവാത്ത. ഇതിൽ ചില കമൻസ് ഉണ്ട്, ഋതപ്പൻ എന്ത് പറ്റി, എന്താ പറ്റിയെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ആ ചേച്ചി അതിന് മറുപടി പറയുന്നുണ്ട്. അതേപോലെ രേണുവിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ, ഈ സോങ് എന്തോ ഒരു വല്ലാത്ത ഫീല്, വിഷമിക്കേണ്ട, എല്ലാം ഓക്കെ ആകും. എനിക്കും ക്യാൻസർ ആണ്, ഇപ്പോൾ ഇല്ല, ക്യാൻസർ ആയിരുന്നു, ഇപ്പോൾ ഇല്ല, ഓക്കെ ആവും, എല്ലാം ശരിയാവൂട്ടോ എന്ന് ചിലർ പറയുന്നുണ്ട്. അങ്ങനെയൊക്കെ പറയുന്നവരോട് ഞാൻ സീരിയസ്ലി പറയാം, അവരെയൊക്കെ ഞാൻ ശരിക്കും, അവർ നല്ലൊരു മനസ്സിൻ്റെ ഉടമ തന്നെയാണ്. കാരണം ഒരു ചേച്ചിക്ക് ഇതിനകത്ത് വന്നു പോയിട്ട് ആ പുള്ളിക്കാരി ഇങ്ങനെ ഇടുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കുക. ആ പുള്ളിക്കാരിക്ക് അത് വന്നു പോയതുകൊണ്ടാണ്. അവരെന്താ കളിയാക്കാത്ത? അവർക്ക് ഒരു പ്രാവശ്യം വന്നു പോയതുകൊണ്ട്. അങ്ങനെ ഇതിലുള്ള എല്ലാവർക്കും വന്നു പോകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ലല്ലോ. സാരല്ലടോ, ശരിയാവും, മാക്സിമം ബാഡ് കമൻസ് ഒഴിവാക്ക്, മെൻ്റലി സ്ട്രോങ് ഇരിക്കാൻ ശ്രമിക്കുക എന്നൊക്കെ കുറേ പേര് പറയുന്നുണ്ട്. അവരെ ഒന്നും സത്യം പറഞ്ഞാൽ നമിക്കണം. കാരണം അങ്ങനെ ഇവർക്കൊന്നും വന്നിട്ട് പോലും ഉണ്ടാവില്ല കേട്ടോ. എന്നിട്ടും ഇവരങ്ങനെ പറയാൻ കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ, അത് ശരിക്കും നല്ലൊരു കാര്യം തന്നെയാണ്. കുറേ പേര് ഇട്ടിട്ടുണ്ട് കേട്ടോ, പടച്ചോൻ കാക്കട്ടെ, കാട്ടിക്കൂട്ടിയത് കാട്ടാതിരിക്കട്ടെ. അത് ശരി, അതെനിക്ക് തെറ്റിപ്പോയതാണ്. പടച്ചോൻ കാക്കട്ടെ എന്ന് മാത്രം പോരായിരുന്നോ? കാട്ടിക്കൂട്ടിയത് കാട്ടാതിരിക്കട്ടെ എന്ന് പറയണത് അതെന്താ ഉദ്ദേശിച്ചേ? കാട്ടിക്കൂട്ടായിക കാട്ടാതിരിക്കട്ടെ, അതെന്ന് തോന്നുന്നു. വേറെയും കുറേ കമൻറ്റുകൾ നല്ലത് വന്നിട്ടുണ്ട്. ഇങ്ങനെ വിഷമിപ്പിക്കല്ലേ, എല്ലാം വേഗം ഓക്കെ ആകും, പ്രാർത്ഥിക്കുന്നു, മോൻ്റെ കാലിന് എന്തു പറ്റി, ഹാപ്പി ആയിരിക്കും മോളെ, മോൻ്റെ കാലിന് എന്തു പറ്റി, ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. സങ്കടപ്പെടാതെ, കരയാതെ, ഇങ്ങനെയൊക്കെ പറയുന്നവർക്ക് ശരിക്കും ഒരു ആശ്വാസമല്ലേ? അങ്ങനെയൊക്കെ പറയാതെ ചേച്ചി പഴയതുപോലെ ഇരിക്കുക, ഉഷാറാകും, പഴയ പോലെ വീഡിയോസ് ചെയ്യണം, ഇഷ്ടപ്പെടുന്നവർ കാണട്ടെ, ഇഷ്ടപ്പെടാത്തവർ കാണണ്ട എന്നൊക്കെ പറയുന്നുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾക്കൊക്കെ ഈ ബാഡ് കമൻസ് ഇടുന്നവർക്കൊക്കെ എന്തിൻ്റെ വിഷമമാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ചിലർ അതിനകത്ത് പറയുന്നുണ്ട്, ശ്രദ്ധ കിട്ടാനാണ് വീഡിയോ എടുക്കുന്നത്. അവർ ശ്രദ്ധ കിട്ടാനായിരിക്കും വീഡിയോ കാണാൻ താല്പര്യമില്ലാത്തവർ സ്ക്രോൾ ചെയ്ത് പോവുക. ശ്രദ്ധ കിട്ടാനായിട്ട് വീഡിയോ എടുത്തോട്ടെ, ശ്രദ്ധിക്കാൻ എന്നെ പോലത്തെ ആൾക്കാരുണ്ട് കേട്ടോ. ഒരു കാര്യം ഞാൻ പറഞ്ഞുതരാം, ഒരാളുടെ മനസ്സ് തകർക്കുന്ന രീതിയിൽ അറ്റ്ലീസ്റ്റ് നിങ്ങൾ ആർക്ക് വേണമെങ്കിലും ബാഡ് കമൻസ് ഇട്ടോ കുഴപ്പമില്ല. ഇങ്ങനെ നമ്മൾക്ക് മാനസികമായി അവർ ബുദ്ധിമുട്ടുന്നുണ്ട് എന്ന് തോന്നിപ്പിക്കുന്ന ആൾക്കാർക്ക്, ശാരീരികമായിട്ടൊക്കെ കഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഒരിക്കലും ഇങ്ങനെ കമൻറ്റുകൾ ഇടല്ലേ. അതവരെ മനസ്സിലാക്കിക്കാനാണോ വേദനിപ്പിക്കാനാണോ ഇടുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. ശരിക്കും പറഞ്ഞാൽ നല്ല നല്ല കമൻസുകൾ അവർക്ക് ഒരുപാട് പ്രതീക്ഷകളാണ് കൊടുക്കുന്നത്. പക്ഷെ മോശം കമൻറ്റാണ് നിങ്ങൾ ഇടുന്നതെന്നുണ്ടെങ്കിൽ അത് അവരെ മനസ്സിനെ തകർക്കും. അവരെങ്ങനെയെങ്കിലും റിക്കവർ ചെയ്ത് വരട്ടെ. ഋതപ്പനെ പോലെ ചെറിയൊരു കൊച്ചുള്ളയാ, ആ കുട്ടി അമ്മയില്ലാതെ പോകുന്നതിലും അവരെന്തായാലും റിക്കവർ ചെയ്ത് വരണം എന്ന് തന്നെ ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഉറപ്പായിട്ട് അവർ റിക്കവർ ചെയ്ത് വരും, അത് ഉറപ്പാണ്. കാരണം അവരത്രയും സ്ട്രോങ് ലേഡിയാണ്. അവർ ഇത്രയും ബാഡ് കമൻസ് കേട്ടിട്ടും ഒരു ബുദ്ധിമുട്ടും കൂടാതെ അവർ വീഡിയോസ് എടുത്തുകൊണ്ടിരുന്ന ആളാണ്. അതിനുശേഷം ഇപ്പോൾ ക്യാൻസർ ആണെന്ന് അറിഞ്ഞിട്ടും അവരൊരു കഷ്ടപ്പാടോ മറ്റുള്ള ക്യാൻസർ പേഷ്യൻ്റ് കഷ്ടപ്പെടുന്ന പോലെ ഒന്നും ചെയ്യാതെ അവർ വീഡിയോസ് പിന്നെ അവർ നല്ലൊരു സ്ട്രോങ് വുമണാണ്. അവരെങ്ങനെയെങ്കിലും റിക്കവർ ചെയ്ത് വരണം എന്നാണ് ഞാൻ ശരിക്കും ആഗ്രഹിക്കുന്നത്. പറ്റുമെങ്കിൽ നിങ്ങൾ അറ്റ്ലീസ്റ്റ് ഇത്തരം മോശം കമൻറ്റുകൾ ഇട്ട് അവരെ വെറുതെ പ്രതീക്ഷകൾ തകർക്കാതിരിക്കുക. തകരില്ലായിരിക്കും, സ്ട്രോങ് വുമൺ തന്നെയാണ്, എങ്കിലും എവിടെയെങ്കിലും ഒരു ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡിലെങ്കിലും അവരുടെ പ്രതീക്ഷ ഒന്ന് തകർക്കാതിരിക്കുക. ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. അവർ ചിരിച്ചോട്ടെ, വീഡിയോ എടുത്തോട്ടെ, ജീവിച്ചോട്ടെ, അവരെങ്ങനെയെങ്കിലും. കാരണം എല്ലാവർക്കും അവരവരുടെ ഇഷ്ടത്തിന് ജീവിക്കാനുള്ള അവകാശമുണ്ട്. ഇല്ലീഗലായിട്ട് അവരൊന്നും ചെയ്യുന്നില്ലല്ലോ, ലീഗലായിട്ടല്ലേ ചെയ്യുന്നുള്ളൂ. പിന്നെ എന്ത് കാര്യത്തിന് അതേപോലെ നിങ്ങൾ ബാഡ് കമൻറ്റ് ഇടാനുള്ള അവകാശം നിങ്ങൾക്കുണ്ടെന്ന് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് അവകാശം ഉണ്ടായിരിക്കാം, വിമർശിക്കാനുള്ള അവകാശം ഉണ്ടായിരിക്കാം. പക്ഷേ മനസാക്ഷി, ഹ്യൂമാനിറ്റി, അത് മാത്രം വെച്ച് പറയുന്നതാണ്. ഇത്തരം ആൾക്കാരുടെ അടുത്തെങ്കിലും നെഗറ്റീവ് കമൻറ്റ് ഇടാതിരുന്നൂടെ? അവർക്ക് എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് ആലോചിച്ച് നോക്ക്. ഇത് കാണുന്ന ആ ചെറിയ കൊച്ച്, ആ ഋതപ്പന് വായിക്കാൻ അറിയാം, അവൻ അത്യാവശ്യം ഇതെല്ലാം വായിക്കുന്നുണ്ടെങ്കിൽ അവൻ എന്തുമാത്രം ബുദ്ധിമുട്ടുണ്ടാവും. അതിൻ്റെ ഇടയിൽ എഴുതിയിരിക്കുന്നതാണ്. എനിക്കതാ മനസ്സിലാവാത്തത്. മോൻ മരിച്ചാൽ പോലും, മോൻ മരിക്കുന്നതൊക്കെ നിങ്ങൾ നേരത്തെ കണ്ടോ? ഇതിനു മുന്നേ കിച്ചുവായിട്ടൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പം കുറേ പേര് കിച്ചുയുടെ ഭാഗത്ത് നിന്നു, കുറച്ച് പേര് മാത്രം രേണുവിൻ്റെ ഭാഗത്ത് നിന്നു. ഒരു മകൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിച്ചിട്ട് എത്രയോ പേര് സപ്പോർട്ട് ചെയ്തെന്ന് പറഞ്ഞ ആൾക്കാരാണ്. അതേ ആൾക്കാർ തന്നെ വന്നിട്ട് ഇന്ന് ഈ മകൻ്റെ ഋതപ്പൻ്റെ കാര്യമൊന്ന് ഓർത്തു പോലുമില്ല. ഈ ഋതപ്പൻ ഇതെല്ലാം എടുത്ത് വായിക്കില്ലേ, അവന് വായിക്കുമ്പോൾ സങ്കടം വരില്ലേ എന്നൊന്നും വിചാരിക്കുന്നില്ല. അതെ, ഈ ലോകം ചില കുട്ടികളുടെ ഭാഗത്ത് നിൽക്കുന്നു, ചില കുട്ടികളുടെ ഭാഗത്ത് നിൽക്കുന്നില്ല. എനിക്കും മനസ്സിലാവുന്നതേയില്ല. അവരവരുടെ ഇഷ്ടത്തിന് ജീവിച്ചോട്ടെ. നിങ്ങൾ അവരെ ഒന്ന് ജീവിക്കാൻ വിട്ടാൽ മതി. നിങ്ങൾക്ക് കാണാൻ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ സ്ക്രോൾ ചെയ്ത് പോവുക.